ഈ ഭിക്ഷക്കാരൻ വെൻഡിംഗ് മെഷീനടിയിൽ നിന്ന് കോയിൻസ് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നു. അപ്പോൾ അയാൾക്ക് സ്ട്രേഞ്ച് ആയ ഒരു റെഡ് കോയിൻ കിട്ടുന്നു. അതെന്താണെന്ന് അറിയില്ലെങ്കിലും അയാൾ അതെടുത്ത് പോക്കറ്റിൽ വെക്കുന്നു. അതിനുശേഷം അയാൾ റെസ്റ്റ് റൂമിലേക്ക് പോകുമ്പോൾ എന്നും അയാളുടെ കയ്യിൽ നിന്ന് കാശ് തട്ടിപ്പറിക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് അവിടേക്ക് വരുന്നു. അയാൾ പ്രശ്നമൊന്നും വേണ്ടെന്ന് വെച്ച് കോയിൻസ് എല്ലാം എടുത്ത് സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ ആ റെഡ് കോയിൻ കണ്ട സെക്യൂരിറ്റി അത് മാത്രം താഴെ ഇട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. അതാണ് തന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് അപ്പോൾ അയാൾക്കറിയില്ല. ആ ഭിക്ഷക്കാരൻ കോയിൻസ് എല്ലാം പോയ വിഷമത്തിൽ പുറത്തേക്ക് വരുമ്പോൾ അവിടെ സ്ട്രേഞ്ച് ആയ വെൻഡിംഗ് മെഷീൻ ഇരിക്കുന്നു. അത് മാത്രമല്ല അതിനകത്തിരിക്കുന്ന ഡ്രിങ്കിന് താഴെ ആ റെഡ് കോയിന്റെ സിമ്പിൾ കിടക്കുന്നു. അത് കണ്ട ഭിക്ഷക്കാരൻ ആ റെഡ് കോയിൻ അകത്തേക്കിട്ടതും ഒരു ഡ്രിങ്ക് പുറത്തേക്ക് വരുന്നു. അയാൾ അത് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ പുറകിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്നു. അവിടെ ട്രാക്കിനപ്പുറമുള്ള പ്ലാറ്റ്ഫോമിൽ ഒരു മദ്യപാനി വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കണ്ട ഭിക്ഷക്കാരൻ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ആ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് കണ്ട് ദേഷ്യം വന്ന ഭിക്ഷക്കാരൻ ആ ബോട്ടിൽ വലിച്ചെറിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അയാളുടെ ഡ്രസ്സ് മാത്രം അയാൾ നിന്ന സ്ഥലത്ത് കിടക്കുന്നു. കൺഫ്യൂസായ അയാൾ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ നിന്ന് 2 റെഡ് കോയിൻസ് കിട്ടുന്നു. പക്ഷെ അയാളുടെ ശ്രദ്ധ ആ മദ്യപാനിയുടെ വാളറ്റിൽ ഉണ്ടായിരുന്ന കാശിലാണ്. ഉടനെ അയാൾ ആ ഡ്രസ്സ് എടുത്തിട്ട് ആ കാശിന് വയറ് നിറയെ ഫുഡ് വാങ്ങി കഴിക്കുന്നു. അതിനുശേഷം കാശ് തീർന്നതും വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വരുന്നു. നോക്കുമ്പോൾ ആ വെൻഡിംഗ് മെഷീനിൽ ഇപ്പോൾ ഒരു ഡ്രിങ്കിന് 2 കോയിനാണെന്ന് കാണിക്കുന്നു. ഉടനെ അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന 2 കോയിനും ഇട്ട് ഡ്രിങ്ക് എടുക്കുന്നു. പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് കാശ് പിടിച്ചു പറിക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് അയാളെ കാണുന്നു. പാനിക്കായ അയാൾ നേരത്തെ ചെയ്തതുപോലെ സെക്യൂരിറ്റി ഗാർഡിന് നേരെ ആ ബോട്ടിൽ കാണിച്ച് ഓപ്പൺ ചെയ്യുന്നു. അടുത്ത നിമിഷം തന്നെ ആ സെക്യൂരിറ്റി ഗാർഡ് മാഞ്ഞുപോയി 3 റെഡ് കോയിൻസ് പുറത്തു വരുന്നു. അത് കണ്ട് ഷോക്കായ ഭിക്ഷക്കാരൻ പേടിച്ചു വിറച്ച് പുറകിലേക്ക് പോകുമ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡ് വെൻഡിംഗ് മെഷീനകത്ത് നിന്ന് നിലവിളിക്കുന്നു. അപ്പോഴാണ് അയാൾക്ക് ആ വെൻഡിംഗ് മെഷീൻ മനുഷ്യനെ കഴിക്കുന്നതാണെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ അയാൾ അത് കണ്ട് പേടിക്കാതെ അത് വെച്ച് കാശുണ്ടാക്കാമെന്ന് തീരുമാനിക്കുന്നു. അതിനായി അയാൾ പണക്കാരായവരെ എല്ലാം യൂസ് ചെയ്ത് അവരുടെ കാശെല്ലാം കൈക്കലാക്കുന്നു. ഓരോ പ്രാവശ്യവും ഓരോരുത്തരെ ഇല്ലാതാക്കുമ്പോഴും പുതിയ കോയിൻസ് കിട്ടുന്നത് കൊണ്ട് അയാൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ പോകുന്നു. പക്ഷെ അത് യൂസ് ചെയ്യുന്നവരും അവസാനം അതിന്റെ ഇരയാവുമെന്ന് അപ്പോൾ അയാൾക്കറിയില്ല. അങ്ങനെ ഒരു ദിവസം അയാൾ മദ്യപിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ആ വെൻഡിംഗ് മെഷീൻ വേറെ ആരോ യൂസ് ചെയ്യുന്നു. പക്ഷെ അത് ആരാണെന്ന് അറിഞ്ഞതും അയാൾ പേടിച്ച് വൊമിറ്റ് ചെയ്യുന്നു. നോക്കുമ്പോൾ അത് അയാൾ തന്നെയാണ്. ആദ്യമായി വെൻഡിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അതിനുള്ളിൽ മറുവശത്തുണ്ടായിരുന്ന അയാൾ ഡ്രിങ്ക്സ് ഓപ്പൺ ചെയ്തതും അവസാനം അയാളും വെൻഡിംഗ് മെഷീനകത്ത് കുടുങ്ങുന്നു.